എന്താ വേണ്ടേ? സോറി, നൈറ്റ് ഫ്രീ ആണോന്ന് നാടകത്തിന് വേണ്ടി ചോദിച്ചതാ. നിങ്ങളത് വേറെ അർത്ഥത്തിലെടുത്തത്. സത്യമായിട്ട് നാടകത്തിന് വേണ്ടി ചോദിച്ചതാ. ബാബു ബാബു എന്തിനാ? വീരരാജുവിന് മാമ, മാമ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. സർ, നിങ്ങൾക്ക് വേണ്ടി എക്സിബിഷൻ ഹാളിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ സേഫ് അല്ല. ചക്രവർത്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? നോ ദേവിക, ബട്ട് ഐ ഹാവ് സം അതർ ഇൻഫർമേഷൻസ്. ഇപ്പോഴാണ് അയർനൂർ മൈനിങ്ങിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇത് വെറും മൈനിങ് അല്ല ദേവിക, അണ്ടർഗ്രൗണ്ട് മൈനിങ് ആണ്. ഏക്കർ കണക്കിന് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്നുവെച്ചാ? ഫോർ എക്സാമ്പിൾ രേണുകമ്മ ഹിൽസ് 2000 ഏക്കറോളം മൈനിങ്. അത് സാധാരണ മൈനിങ്ങാ. എന്നാൽ അവിടുന്ന് അണ്ടർഗ്രൗണ്ട് മൈനിങ് ആരംഭിക്കും. കുറെ ഏക്കറോളം കുഴിച്ച് മൈൻ വെളിയിൽ കൊണ്ടുപോകും. ഇങ്ങനെ തുടങ്ങിയാൽ അത് വീടുകൾക്ക് താഴെ, റോഡുകൾക്ക് താഴെ, കൃഷിയിടങ്ങൾക്ക് താഴെയെല്ലാം ഭൂമി വീക്കാവും. മണ്ണിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അലക്സ്, നാളെ രാവിലെ രേണുക ഹിൽസിൽ പോണം. 7 മണിക്ക് റെഡിയാവുമല്ലോ? ഞാൻ വരില്ല. വാട്ട്? ദേവിക പ്ലീസ്, ഡോക്യുമെന്ററി കവർ ചെയ്യുന്നവരെ ഞാനുണ്ടാവും. നിങ്ങളുടെ റിസ്കിനൊന്നും എന്നെ കിട്ടില്ല. പ്ലീസ്, ഞാൻ പോവാം. അലക്സ്, we are this close. ഐ എം സോറി. സാർ, ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താ? എന്റെ ട്രൂപ്പിലുള്ള ഒരാളുടെ നാവർത്തു. എന്തൊരു സാറേ വിശേഷങ്ങള്? അടുത്തുള്ളത് അവർ കംപ്ലൈന്റ് എന്താ? സാറിനെ ഒന്ന് ഗവനിച്ചേ കേട്ടാ. ഓക്കെ സാർ. അപ്പേ നീ ആ നാടകക്കാരെ പയ്യനല്ലേ? അതെ സാർ. ബാബു ബിടെക് ഭയങ്കര നടൻ തന്നെ കേട്ടാ നീ. റെഡപ്പ നിന്നെ നോക്കി വെച്ചേക്ക് കേട്ടാ. എന്തിനു പറ സാർ, ട്രൂപ്പിൽ ഒരു ആർട്ടിസ്റ്റിന്റെ നാവർത്തിരിക്കുക. അത് ഞാൻ അറിഞ്ഞു. നാക്ക് സ്ലിപ്പായല്ലേ സാർ? തന്നെ വെള്ളം അടിച്ച് ബോധം കെട്ട് മേളിൽ നിന്ന് താഴെ വീണിട്ട് നാക്ക് പല്ലിന്റെ ഇടയിൽ കുരുങ്ങി. അങ്ങനല്ലേ അവന് നാക്കറ്റ് പോയത്? സാർ, നടന്നത് അങ്ങനെയല്ല. കത്തി കൊണ്ട് അറുത്ത് കളഞ്ഞതാ. നീ കണ്ട? ഇല്ല സാർ. അപ്പി, നാക്ക് പോയ അവന്റെ അല്ലേ, നിന്റെ അല്ലല്ല. അവൻ ഇവിടെ വന്ന് പറയട്ട്, അപ്പൊ ആക്ഷൻ എടുക്ക. നീ ഇപ്പൊ പോയി പോടേ പോടേ. ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന് ചേർന്ന പണിയല്ല. എന്റെ കംപ്ലൈന്റ് ഫയൽ ചെയ്യണം. ശശികുമാറേ, കേട്ടോടെ അവൻ കംപ്ലൈന്റ് വരും കേട്ടാ. അതൊന്നും ഇവിടെ നടക്കില്ലടേ. എന്താ? അയാൾ നിങ്ങളുടെ റിലേഷനോ? ബ്ലഡ് റിലേഷനോ ബെഡ് റിലേഷനോ? അവൻ നിനക്ക് ഓർഡർ തരുന്നോ അതോ നീ അവന് ഓർഡർ കൊടുക്കുന്നോ? എന്നെ ചോദ്യം ഒരു കാര്യം ഓർമ്മ വെച്ചാ കൊള്ളാം കേട്ടാ. ഇത് സ്റ്റേജ് അല്ല, സ്റ്റേഷൻ. അതുകൊണ്ട് മുഖത്ത് ചായം വാരിത്തേച്ചുണ്ട് എവിടെങ്കിലും പോയി 10 കാശുണ്ടാക്കാൻ നോക്കി. ഇവിടെ നിന്ന് ബലം പിടിക്കാൻ പോടേ. നീ ചെയ്യുന്ന അത് തന്നെയല്ലേ? എന്തൊരു പോക്കണം കേട്ട് സാറേ അവൻ കാണിക്കണേ. നീ ആരെ പറ്റി സംസാരിക്കുന്നറിയോ? എന്താ അതുകൊണ്ട് എനിക്കെന്താ? അയാൾ ആളായതുകൊണ്ട് നാവർപ്പട നിന്ന് നേരിട്ടാർത്തെ പിടിച്ച് കഴുത്തറുത്തന്നെ കേട്ടടാ. ഇവൻ ആളാരില്ലെന്ന് പറഞ്ഞു കൊടുക്കും. നിങ്ങളെ ഭയപ്പെടുത്തുന്ന പോലെ ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, താൻ ഈ പണി വിട്ടിട്ട് അയാളുടെ എച്ചുപാത്രം കഴുകുക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇയാളുടെ പേര് കംപ്ലൈന്റ് കൊടുക്കും. നിന്റെ കംപ്ലൈന്റ് ഒന്നും വേണ്ടേ? പോലീസ് സ്റ്റേഷനെ പറ്റി നിനക്ക് അറിയത്തില്ല. നീ എന്തൊരു വേണേലും പോയി ചെയ്ത് തലയുടെ. ഞാൻ പറയട്ടെ, നീ വന്നേ. അവൻ ആരായാലും അവനോട് പറഞ്ഞേക്ക്, അവന്റെ നാക്ക് ഞാൻ അർത്ഥം. ഞാൻ പറയുന്നത് കേൾക്കോ? നാവില്ലാതെ ഒരാൾ എങ്ങനെ ജീവിക്കുന്നത്? ഇവിടെ നാവുണ്ടെങ്കിലും സംസാരിക്കാൻ പാടില്ല. നീ ഈ നവരാത്രി കാലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൊണ്ട് തലയിടാതെ നിന്നെ ഏൽപ്പിച്ച ജോലി നന്നായിട്ട് ചെയ്യാൻ നോക്കും. നിനക്ക് മനസ്സിലായില്ലേ? ടേക്ക് കെയർ. ആരാടാ പോലീസ് സ്റ്റേഷനിൽ കയറിയത്? ആർക്കാടാ പരാതി കൊടുക്കേണ്ടത്? വരാൻ പറ അവനോട് എന്റെ മുന്നിലേക്ക്. എല്ലാവരും സൂക്ഷിച്ചോ, എല്ലാത്തിന്റെ നാവ് ഞാൻ അറക്കും. എന്താടി നിന്റെ നാവ് അറക്കണോ? ഈ ലേഡീസിനെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. എന്താടാ നീയൊക്കെ കൂത്താടികളാണെന്നുള്ളത് മറന്നോ? നാടകം കളിക്കുന്നവൻ വേണ്ടാത്ത പറഞ്ഞവൻ നാവരിയും. കൊല്ലാതെ വിട്ടതോർത്ത് നീ സന്തോഷിക്കണം. എന്താണത്? എന്റെ ചേട്ടന്റെ ചിതാഭസ്മമാ. അതൊക്കെ തന്നെ ചാരോ? അത് വെറും ചാരമല്ല മോനെ, അത് പവിത്രമാ. അതൊന്നും ചെയ്യരുത് മോനെ. എന്താ ചെയ്യാൻ പാടില്ലാത്ത? ആർട്ടിസ്റ്റ് അല്ലേ?
മൂഞ്ചിയിൽ പൂശാലോ. അങ്ങനെ പറയരുത് മോനെ. കലാകാരന്റെ ചാമ്പൽ ശിവന്റെ തിരുനെടിയിലെ ഭസ്മാണെന്നാ പറയാറ്. മോനെ അത് കളയരുത്. എന്താ നാടകത്തിലെ ഡയലോഗാണല്ലോ പറയുന്നത്. തുങ്കഭദ്രയിൽ ഇതൊഴുക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. ദയവായി ഇങ്ങ് തന്നേക്കൂ. തന്നില്ലെങ്കിൽ എങ്ങനെ പുണ്യം കിട്ടാനാണ്? ഒരു പണി ചെയ്യാം, ഞാൻ തന്നെ തുങ്കഭദ്രയിൽ ഒഴുക്കായത്. ഞാൻ ഒഴുക്കാടാ തുങ്കഭദ്ര. ദേ ഒഴുക്കാൻ പോവുക. വിഷമിക്കാതെ. നീ എന്താ നോക്കിയിരിക്കുന്നേ? നീ ഒന്ന് പോയി അത് അടിച്ചു പാര്. ആകെ മൂത്രമാണടാ. എടാ അത് തൊടണ്ട. ആ ദുഷ്ടം വന്ന് ആ ചിതാഭസ്മം ആകെ നശിപ്പിച്ചല്ലോ. അവൻ ഗുണം പിടിക്കത്തില്ല. ഗർഭഗൃഹത്തിലെ വിഗ്രഹത്തിൽ തെരുവുനായ മൂത്രമൊഴിച്ചാൽ വിഗ്രഹം കളയാനൊക്കില്ലല്ലോ. ഇത് ചെയ്തതാ ചെയ്താലിയ. എന്താടാ പയ്യൻ, സുഖമാണോ? പണിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ ഉണ്ടെണ്ണ. എന്താടാ എന്തോ വഴക്ക് നടന്നു കേട്ടു? എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അവൻ നിങ്ങളോട് സംസാരിച്ചാണല്ലോ, ഞാൻ കണ്ടതാടാ. അവനെ രത്നപ്രയുടെ ഡാൻസ് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നവനാ. ദാസേ, അവൻ എവിടെയുള്ളെന്ന് പറ. എന്തിനാടാ വഴക്കുണ്ടാക്കുന്നത്? മുത്തച്ഛനോ പോയി, ഇനി നീയും കൂടെ പോയാ പിന്നെ ട്രൂപ്പ് അനാഥമായി പോലെ. പറയടാ വേഗം. സീതാലി എവിടെയുണ്ടെന്ന് വേഗം പറയുന്നോ അതോ? അവൻ എവിടെയുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയുന്നേ? എവിടെ? നീ ഒന്നോട് പറഞ്ഞേ, അവൻ എവിടെയുള്ളത്? എനിക്കൊന്നും അറിയില്ല. എടാ, ഇനി എവിടെ പോകാനാ? ഇനിയും പ്രശ്നം ഉണ്ടാക്കാനാ? ഏത് തെരുവെന്നാ പറഞ്ഞത്? നരകത്തെരുവോ? ഞാനെപ്പോഴങ്ങനെ പറഞ്ഞു? നരകത്തെരുവ്. ഏൽപ്പിച്ച പണി പൂർത്തിയായില്ലേ? വേഗം സ്ഥലം വിട്, പോകാൻ. ആ ഡ്രൈവർ, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എടാ, അവനൊരു കലാകാരനല്ലേ? അവനെ റൗഡിയാക്കാനാ നിന്റെ ഉദ്ദേശം? കലാകാരനെന്ന് വിചാരിച്ച് വൃത്തികേട് കാണിച്ചാൽ നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത്. ബാബു, നീ ചെല്ല്. അവനെ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ഇനി അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവൻ ഇതിലും വലുത് ചെയ്യും നാളെ. എടാ, നീ അവനെ പോയി നോക്ക്. എന്താണ് നോക്കുന്നേ? ബാക്കി താ. ഈ തുളവീണ നോട്ട് വന്നിട്ടാണോ ബാക്കി ചോദിക്കുന്നത്? മൊത്തം പണം താരങ്ങെടുക്കാനാ അതേ ഉദ്ദേശം? പെണ്ണുപിള്ളേ, ടാക്സിക്കാരനോട് കളിക്കണ്ടാ. നോക്ക് നോക്ക്, ഇതിലേക്ക് നോക്ക്, ഇതിന്റെ നടുക്ക് ഓട്ടുണ്ടെന്ന്. ബഹളം വെക്കണ്ട. തനിക്ക് കാശ് കിട്ടിയാ പോരെ. കാശ് തന്നാ മതി, ദാ, തൊളയില്ലാത്തത്. നീ വന്നേ. എന്റെ ആളാ. ഇയാളുടെ ഈ ചില്ലറ ഇല്ലെന്ന്. ഇയാളുടെ കാശ് കൊടുത്തിട്ട് ബാക്കി നീ വെച്ചോ. താങ്ക്സ് രത്നപ്രഭ. ആ നീ പോയി ജോളി അടിക്കടാ. ഞാൻ മാറ്റിക്കൊണ്ട് എന്ത് വരാം. മാറ്റാൻ? ചില്ലറ മാറ്റിക്കൊണ്ട് വരാം. തൊളയുള്ള നോട്ട് കൊണ്ട് ചില്ലറ മാറ്റാൻ പോയാ എവിടെ കിട്ടാനാ? നിനക്കത്തെ ഭ്രാന്താ? ആ, എന്നിട്ട് എന്നോട് ബാക്കി വെച്ചോളാൻ പറഞ്ഞത്. ബാക്കി മാത്രല്ല, അവിടെ രത്നപ്രഭേ. എനിക്കിന്റെ കാശ് കിട്ടിയാ മതി. എടി രത്നപ്രഭേ. എടാ, എന്റെ കാശ് എന്നിട്ട് പോവാൻ. എടാ, ഏയ്. കാശ്. കണ്ടില്ല മോനെ, ഒരു പെണ്ണുമ്പളെ ഓട്ടം വിളിച്ചിട്ട് ഓട്ടം നോട്ടുന്ന് പറ്റി. നരകത്തെരുവ് എവിടെയാണെന്ന് അറിയൂ? നരകത്തരവും മൈനിങ് ഏരിയ. അവിടെ നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒക്കുമില്ലയോ? ഒക്കുവോന്നോ? കേറിക്ക് ബോസേ, വണ്ടിയിലേക്ക് കയറ്. എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവന്ന് വിടാം. കാശ് തന്നെ, പക്ഷെ തുളയില്ലാത്തായിരിക്കണം. യാ, ഐ എം സേഫ് സർ. രേണുകമ്മ ഹിൽസിൽ എത്താറായി. ഇടയിൽ കാർ ഒന്ന് കേടായി. 1 സെക്കൻഡ്. ഇനി എത്ര നേരം ആവും? സമയം പറയാൻ പറ്റില്ല മാഡം. എന്ത് പറ്റി? കാർ റിപ്പയർ ആയി അണ്ണാ. ആര് വന്നതാ? ആരും വന്നതല്ല, ഞാൻ ഒറ്റയ്ക്കാ. കാറിന്റെ ആക്സിൽ ഒടിഞ്ഞതാ. വേഗം ശരിയാക്കിട്ട് സ്ഥലം വിട്ടോ. ശരിയാണ്. പൊക്കോ പൊക്കോ. ബാബു! ബാബു! ആ, നീയോ? നീ എന്താ ഇവിടെ? രേണുകമ്മ ഹിൽസിലേക്കാ. ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? അതെവിടെയാ? ബോസേ, നിങ്ങൾക്ക് പോകേണ്ട നരകത്തെരുവിൽ അതിന്റെ അപ്പുറത്താണ്. പിന്നെ നമുക്കൊരു പണി ചെയ്താലോ? നരകത്തെരുവിൽ നിങ്ങളെ ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് ഈ പിന്നെ പെണ്ണിനെ ഞാൻ അവിടെ പിന്നെ ആക്കാം. ഞാൻ എങ്ങനെ തിരിച്ചു വരും? നടന്നോ? അതിനെതിരെ മസിൽ പിടിക്കണത്. ഇത് ബാഗിൽ കയറി ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആ പെണ്ണാണെങ്കിൽ ഒറ്റയ്ക്കാണ്. ഒരു പെണ്ണിന് ലിഫ്റ്റ് കൊടുത്തു ഇത് വലിയ ശല്യമായി. എന്ത് പറ്റുന്ന തൊള്ള തുറക്കാതെ വണ്ടി പോട്ടെ. ആ വിട്ടുകള സാറ്. വെൽക്കം മാഡം. നാദപുരത്തേക്ക് എത്ര ദൂരമുണ്ട്? 12 കിലോമീറ്റർ ഉണ്ട് മാഡം. അത് നോർമൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാ. അതെ, താൻ ഇങ്ങനെ വണ്ടി ഓടിച്ചാ എത്ര ദിവസം കൊടുക്കും അവിടെ ചെല്ലാൻ? ഭയ്യ, കാറിനെയും ഡ്രൈവറിനെയും പഴി പറഞ്ഞിട്ട് ഡ്രൈവിംഗ് നോക്കിയിരിക്കുന്നത് ശരിയാണോ? എന്താന്ന്?
അത് തന്നെ ഈ കാറിനും ഡ്രൈവറിനും പഴി പറഞ്ഞിട്ട്. ജീവിതം കോഴിമുട്ട പോലെയാണ് വയ്യ. ഏത് മുട്ട അട വെക്കുമെന്നോ ഏത് മുട്ടയാണോ ഓംപ്ലേറ്റ് ആകണമെന്നോ ഒന്നും പറയാൻ പറ്റില്ല വയ്യ. നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം കോഴിമുട്ട പോലെ ആവുന്നു. ഈ പോക്ക് ഇങ്ങനെ പോയാൽ എന്റെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ മാഡം? നിങ്ങളുടെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒടുക്കത്തൊരു സ്പീഡ് കണ്ടില്ലേ ഡ്രൈവിംഗ് ആണ്. മോനെ ടിപ്പു സുൽത്താനെ, നീ രക്ഷപ്പെട്ടടാ. പക്ഷെ കാറിന്റെ പണി തീർന്നു. വീണ്ടും ഡ്രൈവ് ചെയ്യാൻ പോവണോ? കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങള്? ഇതാണോ ഈ നരകത്തെരുവ്? ആ കാണുന്ന നരകത്തെരുവ്. അറിയോ മോനെ, ഭാര്യയെ പോലെ കാണണം വണ്ടിയെ, അല്ലാതെ സ്റ്റെപ്പിനെ പോലെ അല്ല. നീ സൂപ്പറാ മോനെ. നാട്ടുകാരുടെ കാശ് കൊണ്ട് പറന്നു നടന്നോ. മാഡം റെഡപ്പ കോടീശ്വരനാ. ഒന്നും രണ്ടൊന്നല്ല, ലക്ഷം കോടിയാ. എന്റെ മുത്തച്ഛൻ ബെഡാ സുൽത്താൻ ടൈലറായിരുന്നു. മക്കയിൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ചു. കാശില്ലാത്തോണ്ട് പോയില്ല. എന്റെ വാപ്പ കബീർ സുൽത്താൻ മക്കയിൽ പോകണമെന്നുള്ള ആഗ്രഹമായി മരിച്ചുപോയി. ഞാൻ ടിപ്പു സുൽത്താൻ. എനിക്ക് മക്കയിലേക്ക് പോകാൻ വേണ്ടി ദിവസവും പൈസ ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ദിവസം 2000 രൂപ ശേഖരിക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? റെഡപ്പ ലക്ഷം കോടീശ്വരനാണെന്നോ. ഏയ് ദിൽ ദിയാ ദീവാനംകോ ദൗലത് ദിയാ ഗുണ്ടംകോ കുത്താ. ടിപ്പു സുൽത്താൻ, എനിക്ക് രേണുകമ്മ ഹിൽസിൽ പോണം. ഏതെങ്കിലും ടാക്സി കിട്ടുമോ? പിന്നെ ലക്ഷം കോടിയല്ലേ മാഡം? ടൂ മച്ച് ടാ, ടൂ മച്ച്. ഞാൻ അവിടെ പോയി ചില ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം. ലക്ഷം കോടീശ്വരനാണെന്നോ? സെയ്താലി എവിടെയാടാ? എടാ സെയ്താലി എവിടെയെന്ന്? സൈതാലിയ അവിടെ പോയി ചോദിക്കേ. പെണ്ണ് ഭംഗിയുള്ളതാണല്ലോ. ഈ നാടാകെ ഒരു ലേഡി ജേർണലിസ്റ്റിനെ തേടുമായിരുന്നു. അപ്പൊ അത് നീയാണല്ലേ? എന്താ എവിടാ സെയ്താലി? അണ്ണാ, സൈതാലിയെ തേടി വന്നതാ. കറക്കാൻ വന്നതോ അതോ കൊടുക്കാൻ വന്നതോ? ഇവനാണോ? ഞാനല്ല, വരുന്നുണ്ട്. തട്ടണവൻ. സെയ്താലി നീയാണോ? എന്താ നീയാണോ? പിന്നെ ആരടാ? സെയ്താലി നീയാണോ? അവൻ എവിടെയുള്ളത്? കൊന്നുകളയും ഞാൻ അവനെ. എവിടെയാ അവനുള്ളത്? പറയാൻ സത്യത്തിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് തന്നെയാണോ? എന്തൊരു അടിയായിരുന്നു. ഇവനൊക്കെ അടിച്ചാ പോരാ, കൊന്നുകളയണം. അതിൽ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ? അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാനൊരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. ഐ എം എ മീഡിയ പേഴ്സൺ. അതുകൊണ്ടാ. ഓ, മീഡിയ ആണല്ലേ. റെഡപ്പ ഇവിടെ കിടന്ന് കറങ്ങുന്നത് മൈനിന് വേണ്ടി, നീ ആണെങ്കിൽ ന്യൂസിന് വേണ്ടി. അപ്പൊ മീഡിയ മോശമാണെന്നാ? മീഡിയയുടെ പവർ എന്താന്ന് എല്ലാവർക്കും അറിയുന്നതാ. കറക്റ്റ് കറക്റ്റ്, നന്നായിട്ട് അറിയാം. കാക്കയ്ക്ക് എത്ര പല്ലുണ്ട്, കഴുതയുടെ മുട്ടയുടെ വെയിറ്റ് എത്ര, പട്ടി അണ ചേരുന്നത് ഏത് മാസത്തിലാ, ഇതൊക്കെയല്ലേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ്. ഇതൊക്കെ ആർക്ക് വേണം കൊച്ചേ? What do you mean?
ഈ മീഡിയ എന്ന് പറയുന്നത് തന്നെ വലിയൊരു സർക്കസാ. ആ സർക്കസിലെ കോമാളികളും ബഫൂൺസും ആണ് നിങ്ങൾ എല്ലാവരും. Can't believe this. How can you call media a circus? बाबू कैलकुलेट बाबू जल्दी आओ बाबू मीटर चार्ज ज्यादा हो जाएगा എടോ രേണുകമ്മ ഹിൽസിലേക്ക് പോകാം. रेणुगामा हिल्सो हाँ, हाँ। जल्दी आओ बाबू ഇവിടെ കുഴിച്ച അവിടെ ഭൂമിക്ക് പ്രോബ്ലം ഉണ്ടാവും. ഇവിടെ കുഴിച്ച അവിടെ എങ്ങനെ പ്രോബ്ലം ഉണ്ടാവുന്നത്? നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇന്ന് മാത്രം 60 ട്രക്ക് മൈൻ പോയിരിക്കണം. അത് കഷ്ടമാണ് സാർ. അണ്ടർഗ്രൗണ്ടിൽ വെള്ളം മൊത്തം തീർന്നു പോകും സാർ. എല്ലാം ഇടിഞ്ഞു വീഴും സാർ. ആ രാജു പറ. അണ്ണ അവൻ കാട് വരെ എത്തി. ആര്? പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ അവൻ. നിങ്ങളെ തേടി രേണുകമ്മ ഹിൽസിലേക്ക് വന്നിരിക്കുകയാണ് അവൻ. ഇവിടേക്കോ? വരട്ടെ, ഇവിടെ വെച്ച് തന്നെ ശരിയാക്കി കൊടുക്കാം. എടാ ചിന്ന, ആ ചെക്ക് പോസ്റ്റിൽ ആരാ ഉള്ളത്? മാഡം സത്യമായും ലക്ഷം കോടി ഉണ്ടോ? ലക്ഷം കോടിയുടെ അധിപനാണെങ്കിൽ ഈ ലോകം ഒന്ന് ഭരിക്കും റട്ടപ്പ. ഭയ്യാ ഇതെന്താ ബ്ലഡ്? അവിടെ പുതിയൊരു കുഴി എടുത്തതാ. അള്ളാന്റെ പഠിച്ചോന് ഡ്രൈവിംഗ് കൂടാതെ ഫൈറ്റും അറിയോ? ടൈം ഭയ്യാ. അല്ല ഭയ്യ, നിങ്ങൾ നാടൻ കളിക്കുന്നതാണല്ലേ? നിങ്ങൾ നരകത്തിരുവിലേക്ക് എന്തിനു വന്നതാ? പിന്നെ രേണുകൈസിലേക്ക് എന്തിനാ ഈ പോകുന്നത്? മാഡത്തിന് വേണ്ടി. മാഡം എന്ത് ചെയ്യുന്നു ഭയ്യ? സർക്കസിലാ പുള്ളിക്കാരി ജോലി ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കില്ല, അവരെ തമാശ പറയല്ലേ ഭയ്യ. നീ വന്നേ. ഒരുപാട് ഐറ്റംസ് ഒക്കെ കയ്യിലുണ്ട്. അതെ, നീ പറഞ്ഞ കാണിക്കും. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ ഞാൻ നുണ പറയുന്നതാണോ? ലവ് 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 ഭയ്യ. നേരാടോ, മാഡം സർക്കസിലാ.